സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ എം.എസ്. സുനിൽ ഭവനരഹിതരായ നിരാലംബർക്ക് പണിത് നൽകുന്ന 311ാമത് സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം അടിമാലി മച്ചുപ്ലാവിൽ നടന്നു. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതിരുന്ന 2 കുട്ടികളടങ്ങുന്ന പ്ലാക്കിത്തടത്തിൽ ബിന്ദു ഷൈജുവിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ എം.എസ്. സുനിൽ ഭവനരഹിത നിരാലംബർക്ക് പണിത് നൽകുന്ന 311ാമത് സ്നേഹഭവനമാണ് അടിമാലി മച്ചുപ്ലാവിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ച് നൽകിയത്. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതിരുന്ന മച്ചുപ്ലാവ് സ്വദേശി പ്ലാക്കിത്തടത്തിൽ ബിന്ദു ഷൈജുവിനും 2 കുട്ടികൾക്കുമായി ഡൽഹി സ്വദേശിയായ മാത്യുവിന്റെയും മേരിയുടെയും സഹായത്താൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് സുരക്ഷിതമായ ഒരു കൂരയ്ക്കുള്ളിൽ താമസിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സന്തോഷകരമാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ആ ഒരു ബിന്ദുവും ഷൈജുവും മാത്രമല്ല എല്ലാവരും ഈ വീട് കിട്ടിയ എല്ലാവരും ആ ഒരു സന്തോഷത്തോടു കൂടി ഇതിൻ്റെ അകത്ത് താമസിക്കുക. പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇതിനെ സഹായിച്ചവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഇനിയും കൂടുതൽ ഇതുപോലുള്ള ആളുകളെ സഹായിക്കാൻ ഒരുപാട് പേര് വരട്ടെ. സ്ഥലം ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും ഒരു സ്ഥലവും ഇങ്ങനെ തരില്ല. അത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും അങ്ങനെ ഒരു നല്ല മനസ്സ് ഇവർക്ക് തോന്നിയതിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് സന്മനസ്സുള്ളവർ ഇനിയുമുണ്ട്. ഇതൊക്കെ അറിഞ്ഞു കേട്ട് ഇനിയും ഇതുപോലെ ഭവനമില്ലാതെ വഴിയോരങ്ങളിലും അതിലെ വാടകയ്ക്കും ഒക്കെ താമസിക്കുന്ന ആളുകളെ സഹായിക്കാൻ എല്ലാവർക്കും സാധിക്കണം. ഏറെ വർഷങ്ങളായി സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാതെ ദുരിതത്തിലായിരുന്നു ബിന്ദു ഷൈജുവും കുടുംബവും കഴിഞ്ഞിരുന്നത്. ഇവരുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ സുനിൽ ഇവർക്കായി ബോസ് ഗ്രേസി ദമ്പതികൾ നൽകിയ 4 സെന്റ് ഭൂമിയിൽ മാത്യൂസിന്റെ സഹായത്താൽ 2 മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൗട്ടും അടങ്ങിയ വീട് നിർമ്മിച്ച് നൽകുകയായിരുന്നു. ചടങ്ങിൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ.പി. ജയലാൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി.എം. ബേബി, പി.ഐ. ബോസ്, ഗ്രേസി ബോസ്, പി.ഐ. സാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.